വിനീഷ്യസ് ജൂനിയർ റയൽ മാഡ്രിഡ് വിടുന്നു, അതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. സോ റയൽ മാഡ്രിഡ് എന്തായാലും കടുപ്പിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒന്നെങ്കിൽ ഇവിടെ നിൽക്കുക അല്ലെങ്കിൽ പോവുക, സാലറി ഹൈക്കിംഗ് പരിപാടി ഒന്നും ഉണ്ടാവില്ല. ഇത് നിലവിലെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ റയൽ മാഡ്രിഡ് ഒന്ന് സമ്മറിൽ വിൽക്കും എന്നുള്ളൊരു സംഭവം കടുപ്പിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. സാലറിയിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. സോ വിനീഷ്യസ് ജൂനിയറിൻ്റെ കോൺട്രാക്റ്റ് പറഞ്ഞാൽ നെക്സ്റ്റ് ഇയർ 2027 ജൂൺ വരെയാണുള്ളത്. സോ അതിന് മുമ്പ് ഒന്നെങ്കിൽ സമ്മറിൽ വിൽക്കും, നെക്സ്റ്റ് സമ്മറിൽ വിൽക്കും. അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താ പറയുക, പ്ലേയിങ് ടൈം കുറക്കും. അതൊക്കെ എന്തായാലും റയൽ കടുപ്പിച്ചിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പുറത്തതൊക്കെ കണ്ടിട്ട് ആർസനൽ നിൽക്കുന്നുണ്ട്, ഒരു ഗ്യാപ്പ് കിട്ടിയാൽ ഗോൾ അടിക്കുക എന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. സോ വിനീഷ്യസ് ജൂനിയറും റയൽ മാഡ്രിഡും തമ്മിലുള്ള ചർച്ച കുറേ ആയിട്ട് നടക്കുന്നുണ്ടല്ലോ. സോ ചർച്ച തീരുമാനമായിട്ടില്ല. ഒന്നെങ്കിൽ എന്തായാലും വിനീഷ്യസ് ജൂനിയറോട് പറഞ്ഞത് കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ റയൽ മാഡ്രിഡ് വിനീഷ്യസിനെ വിൽക്കുക എന്നുള്ളത് തന്നെയാണ് റയൽ മാഡ്രിഡിൻ്റെ ഉദ്ദേശം. കാരണം 2027 വരെയുള്ള കോൺട്രാക്റ്റ് ഉള്ളൂ ഓൾറെഡി റയൽ മാഡ്രിഡിൽ. സോ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ, അതിനുള്ളിൽ വിനീഷ്യസിനെ വിറ്റിട്ടില്ലെങ്കിൽ വിനീഷ്യസ് ഒരു ഫ്രീ ഏജൻ്റായിട്ട് പോകും. അതിനെന്തായാലും റയൽ മാഡ്രിഡ് നിൽക്കും തോന്നുന്നില്ല. ഒന്നെങ്കിൽ പ്ലേയിങ് ടൈം ഓർക്കും, അല്ലെങ്കിൽ വിനീഷ്യസിനെ വിൽക്കും. അതിൻ്റെ കാര്യത്തിൽ റയൽ മാഡ്രിഡ് എന്തായാലും ഉറച്ചു തന്നെ നിൽക്കുന്നുണ്ട്. കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമോ, ഇനി വിനീഷ്യസ് എന്താണ് ചെയ്യാൻ പോകുക എന്നുള്ള കാര്യത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ. സോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. വിനീഷ്യസ് റയൽ മാഡ്രിഡിൽ തുടരും, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ആർസനലൊക്കെ കണ്ട് നിൽക്കുകയാണ് അപ്പുറത്ത്, അതാണ് മനസ്സിലാക്കേണ്ടത്. സോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.